You ready? Powered by Josco Jewelers. അമ്മ മാതൃത്വത്തിന്റെ സ്നേഹമുഖമാണ്. അപ്പോൾ കുഞ്ഞോ വാത്സല്യത്തിന്റെ പ്രേമമുഖം. അപ്പോൾ കയ്യിൽ ഒരു കോടിയോ ജീവിത മത്സരത്തിന്റെ വിജയമുഖമല്ലാതെ മറ്റൊന്നുമല്ല. ഈ മത്സരത്തിൽ വിജയിക്കാൻ ഇവിടുന്ന് 1 കോടി രൂപ സ്വന്തമാക്കാനാണ് നമ്മുടെ കഴിഞ്ഞ മത്സരാർത്ഥികൾ എത്തിയത്. പ്രദീപ് ആൻഡ് അനൂപ ഫ്രം കൊല്ലം. ഡാൻസ് ചെയ്യാൻ തോന്നുന്നുണ്ടോ? ഡാൻസ് ചെയ്യണമെന്ന് തോന്നുന്നുണ്ട്. ഈ കയ്യിൽ 1 കോടി എന്ന് പറയുമ്പോൾ ഇങ്ങനെ ഒരു ചുറ്റലുണ്ട്. എന്റെ പിന്നെ എന്തെങ്കിലും സീക്രട്ടോ എന്തെങ്കിലും ഉണ്ടോ എന്ന്? ഇത് എല്ലാവർക്കും വേണ്ടി ഒരു ഭാഗ്യം കൊടുക്കാൻ വേണ്ടി ഞാനിങ്ങനെ സുദർശന ചക്രം ഇങ്ങനെ ആക്കി. അതെ അതെ. നീന്തൽ അറിയാത്തവരെ പിടിച്ച് വെള്ളത്തിൽ ഇട്ട് കഴിഞ്ഞാൽ നീന്തി ശ്രമിക്കുമല്ലേ എന്ന് പറയുന്ന പോലാണ് ഇപ്പൊ നോക്കുകയാണ്. എവിടെയെങ്കിലും ചെന്നിട്ട് നമുക്ക് വീണ്ടും സ്വാഗതം ചെയ്യാം പ്രദീപ് ആൻഡ് അനൂപ ഫ്രം കൊല്ലം. അനൂപ, അങ്ങനെ 20 ലക്ഷവുമായി ഞങ്ങള് ഒരു സുഖനിദ്രയൊക്കെ കഴിഞ്ഞ് വരികയാണ്. 20 ലക്ഷം രൂപയുമായി മത്സരിച്ചുകൊണ്ടിരിക്കുകയാണ്. വാട്ട് വാസ് യുവർ ഫീലിംഗ് ആഫ്റ്റർ യു വെന്റ് ബാക്ക് ഹോം യെസ്റ്റർഡേ? ഭയങ്കര ഒരു സന്തോഷമാണ്. ഇത്രയും ഈ ഒരു ദൂരം ഒരു ഷോയിൽ ഇത്രയും ഒക്കെ എത്തിച്ചേർന്നത് തന്നെ ഭയങ്കര ഒരു എന്താ പറയുക ഗോഡ് ഗ്രേസ് എന്ന് മാത്രം കരുതുന്നു. അതെ, സന്തോഷം. 5ാമത്തെ ചോദ്യത്തിലേക്ക് 20 ലക്ഷവുമായി വരുന്നത് നല്ലൊരു എമൗണ്ട് തന്നെയാണ്. തീർച്ചയായും. അനൂപ, യു ഫീലിംഗ് ഗുഡ് ടുഡേ? ഓക്കെ, ഗെയിം പൊസിഷൻ ഓർമ്മയുണ്ടല്ലോ. ലെറ്റ്സ് റിമൈൻഡ് എവറിബഡി, വെറും 3 ചോദ്യങ്ങൾ കൂടിയേ ബാക്കിയുള്ളൂ നിങ്ങൾക്ക് നേരിടാൻ. 5ാമത്തെ ചോദ്യമാണ് അടുത്തത്. 20 ലക്ഷവുമായി മത്സരിക്കാം. തീർച്ചയായും. റെഡി? റെഡി. ഓക്കെ, ലെറ്റ് us play വിവൽ കയ്യിൽ 1 കോടി. ആർ യു റെഡി? 20 lakhsമായി 5ാമത്തെ ചോദ്യത്തിലേക്കുള്ള കാറ്റഗറീസ് എന്താ നോക്കാം. വ്യക്തികൾ, തലസ്ഥാനം. വ്യക്തികളിലാകുമ്പോൾ ഒരുപാട് കോംപ്ലിക്കേറ്റഡ് ആകുമ്പോൾ ഒരുപാട് ഫീൽഡ് നമുക്ക് പറയാൻ ചെയ്യാൻ പറ്റുന്നത്. തലസ്ഥാനം ആകുമ്പോൾ പാടാണ്. തലസ്ഥാനം ബുദ്ധിമുട്ടാണ്. തലസ്ഥാനമാണ് ചോസൻ കാറ്റഗറി. തലസ്ഥാനം. നമുക്ക് ആൻസർ ഓപ്ഷൻസ് എന്താ നോക്കാം. യാൻഗോൺ, നിയാപിഡാവ്, റംഗൂൺ. ചോദ്യം എന്താ നോക്കാം. മ്യാൻമറിന്റെ തലസ്ഥാനം ഏത്? വീണ്ടും ആൻസർ ഓപ്ഷൻസ്. യാൻഗോൺ, നിയാപിഡാവ് ആൻഡ് റംഗൂൺ. മ്യാൻമാർ. ആലോചിച്ച് തീരുമാനിക്കൂ. സമയം ആരംഭിച്ചിരിക്കുന്നു. ഒരുപാട് കേട്ടിരിക്കുന്നു. യാൻഗോൺ അറിയില്ല, നാപ്പിഡല്ല, റാങ്ങോൺ കൂടുതൽ വെക്കാം. കൂടുതൽ വെക്കാം അല്ലേ? ഇതിൽ നാപ്പിഡോയിൽ വെക്കണ്ടല്ലോ. 40 സെക്കൻഡ്സ് ഉണ്ട്. യാൻഗോൺ ഇതിൽ ഒന്ന് സംശയം ഇതാവില്ല. 30 സെക്കൻഡ്സ്. റാങ്ങോണാണ് കേട്ട പോലെ തോന്നുന്നത്. നാപ്പിഡോ അങ്ങനെ കേട്ടില്ല. യാൻഗോൺ മ്യാൻമറിൻ്റെ ഒരു പ്രൊണൗൺസിയേഷൻ കേട്ടത് അങ്ങനെ തോന്നുന്നു. 20 സെക്കൻഡ്സ്. റംഗൂൺ ചെയ്യാം. യാൻഗോൺ എന്ന ആൻസർ ഓപ്ഷനിൽ 2 ലക്ഷം ഉണ്ട്. നിയാപിഡാവിൽ ഒന്നുമില്ല. റംഗൂണിൽ 18 ലക്ഷം രൂപ. ക്വിക്ക് ചേഞ്ച് ഓപ്ഷൻ വാലിഡ് ആണ്. ഇന്നും നിങ്ങൾ ഇനിയും ഉപയോഗിച്ചിട്ടില്ല. വേണമോ വേണ്ടയോ? വേണ്ട. മ്യാൻമാറിന്റെ തലസ്ഥാനം ഏത്? ഏറ്റവും വലിയ തുക 18 ലക്ഷം. 2 ലക്ഷം രൂപ ഓൺ യാൻഗോൺ. നിയാപിഡാവിൽ ഒന്നുമില്ല. നോക്കാം. ടോപ്പ് ഓർ ഡ്രോപ്പ്?
അയ്യോ ഞാനും ശരിക്കും ഹോപ്പ് ചെയ്ത് കളഞ്ഞു. ഡാം. യാൻഗോൺ ഓർ റംഗൂൺ എന്നാണ് അറിയപ്പെടുന്നത്. വിച്ച് വാസ് ദ പ്രീവിയസ് ക്യാപിറ്റൽ ഓഫ് മ്യാൻമാർ? ദിസ് ഇസ് ദ ഗെയിം. എന്തായാലും ഇവിടെ വരെ വന്നു. യു ഗോട്ട് എൻ ഓപ്പർച്യൂണിറ്റി അറ്റ്ലീസ്റ്റ് ട്രൈ ആൻഡ് മേക്ക് ദിസ് മണി യോസ്. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി അത് പറ്റിയില്ല. വിവലിൻ്റെ വക ഗിഫ്റ്റ് ഹാമ്പേഴ്സ് ഉണ്ട് വിച്ച് യു വിൽ ബി ടേക്കിംഗ് ഹോം. ആൻഡ് ജോസ്കോ ജ്വല്ലേഴ്സ് നൽകുന്ന ഗോൾഡ് ഗിഫ്റ്റ് വൗച്ചർ. ഫ്രാൻസിസ് ആലൂക്കാസ് നൽകുന്ന ഡയമണ്ട് ഗിഫ്റ്റ് വൗച്ചർ. ചേട്ടനോട് കേട്ടെ. സോ താങ്ക് യു വെരി മച്ച് പ്രദീപ് ആൻഡ് അനൂപ. പ്രേക്ഷകർക്കായി ഇന്നത്തെ ആൻസർ ഓപ്ഷൻസ് ഇതാണ്. ഓപ്ഷൻ എ കോഴിക്കോട്, ഓപ്ഷൻ ബി കൊടുങ്ങല്ലൂർ, ഓപ്ഷൻ സി കൊച്ചിൻ ആൻഡ് ഓപ്ഷൻ ഡി കൊല്ലം. ചോദ്യത്തിന് കീപ് വാച്ചിങ്. ഈ 1 കോടി രൂപ സ്വന്തമാക്കാൻ ലെറ്റ്സ് സീ ഹൂസ് വെയിറ്റിംഗ് ഇൻ ലൈൻ. ദേ ആർ വിഷ്ണു ആൻഡ് ഗ്രീഷ്മ ഫ്രം എറണാകുളം. നമുക്ക് വെൽക്കം ചെയ്യാം അവരെ. വെൽക്കം ഗ്രീഷ്മ, വെൽക്കം വിഷ്ണു. എന്തിന്റെ വിശേഷം? സുഖം. രണ്ടുപേരും കസിൻസ് ആണ്? അതെ, എൻ്റെ അമ്മയുടെ അനിയത്തിയുടെ മോളാണ്. അമ്മയുടെ അനിയത്തിയുടെ മോളാണ്. പക്ഷെ വിഷ്ണുവെ ഞാൻ എവിടെയോ കണ്ടതായിട്ട് എനിക്ക് തോന്നുന്നു. ശ്രദ്ധിച്ചു നോക്കിയാൽ മനസ്സിലാവും, മുടിയില്ലാത്തോണ്ടാണ്. അതെന്താ? മുടി ഉള്ളതിന് മുമ്പ് എന്തായിരുന്നു കോലം? മുടി ഉണ്ടായിരുന്നപ്പോ ഞാനൊരു സുപ്രസിദ്ധ സിനിമാ താരമാണ്. കുറെ സിനിമകളിൽ ചെയ്തിട്ടുണ്ട്. ഇപ്പൊ ബാച്ചിലർ പാർട്ടി എന്ന് പറഞ്ഞ അമൽനീര സാറിന്റെ പടത്തിന് വേണ്ടിട്ട് ആ ചേച്ചി 2 പടം വർക്ക് ചെയ്തല്ലേ? എനിക്കറിയില്ലല്ലോ. ബിഗ് ബി ഡയറക്ട് ചെയ്ത ആണോ? അമൽനീരതായിരുന്നോ ഡയറക്ട് ചെയ്ത അമൽനീര സാറിന്റെ പുതിയ പടം ബാച്ചിലർ പാർട്ടിയിൽ ആണോ? അപ്പൊ അതിൽ എന്നെ വിരൂപനാക്കാൻ ഞാൻ അമലിനോട് വിളിച്ചു ചോദിക്കണോ ഇതാരാ വിഷ്ണു എന്ന്? ധൈര്യമായിട്ട് വിളിച്ചു ചോദിച്ചോ. പറയൂ, വിഷ്ണുയുടെ സിനിമാ വിശേഷങ്ങൾ പറയൂ. ഏതൊക്കെ സിനിമകളാണ് വിഷ്ണു ചെയ്തത്? എന്റെ വീട് അപ്പുന്റെ ആണ് ആദ്യമായിട്ട് ചെയ്ത സിനിമ. ഓക്കെ, അതെപ്പോ എത്ര വയസ്സുണ്ടായിരുന്നു? എന്റെ അന്ന് അത് ചെയ്യുമ്പോ 15 വയസ്സ്. ഓ, 15 വയസ്സ്. അപ്പൊ 15 വയസ്സിലാണ് അഭിനയം തുടങ്ങിയത്. എങ്ങനെയാ തുടങ്ങിയത്? അത് മൻരാജ് എന്ന് പറഞ്ഞ അദ്ദേഹത്തിന്റെ ട്രൂപ്പിൽ മിമിക്രി ഒക്കെ ചെയ്യുമായിരുന്നു. സ്റ്റേറ്റിൽ ഫസ്റ്റ് ആയിരുന്നു 2 തവണ. ടാലന്റ് ഒക്കെ ഉണ്ടല്ലേ? അത് കഴിഞ്ഞിട്ട് ഇപ്പോ ഹോളിവുഡ് എന്റർടൈനേഴ്സ് എന്ന് പറഞ്ഞ ട്രൂപ്പ് ഉണ്ട്, മിമിക്സ് ട്രൂപ്പ് ഉണ്ട്. പ്രൊഫഷണൽ ആയിട്ട് പ്രോഗ്രാംസ് ഒക്കെ ചെയ്യുന്നു. ലേറ്റസ്റ്റ് ആയിട്ട് ചെയ്ത പടം ബാച്ചിലർ പാർട്ടിയാണ്. അടുത്തത് ഔട്ട് ഓഫ് ഫോക്കസ് എന്ന് പറഞ്ഞ സിനിമ ചെയ്യാൻ പോകുന്നു. ടോമാണ് അതിൽ ഹീറോ. ഓക്കെ ഓക്കെ. ആരാണ് ഡയറക്ട് ചെയ്തിരിക്കുന്ന അടുത്ത ഫിലിം ഔട്ട് ഓഫ് ഫോക്കസ്? അത് അനൂപ് ജയകുമാർ എന്ന് 2 പേരാണ്. അനൂപ് ആൻഡ് ജയകുമാർ. ഓക്കെ. സോ എത്ര സിനിമകൾ ഇപ്പൊ ചെയ്തിട്ടുണ്ട്? ഇപ്പൊ 12 പടം ചെയ്തു. 12 ഫിലിംസ് ചെയ്ത ആളാണ് എന്റെ മുമ്പിൽ നിൽക്കുന്നത്. അതെ. ഓക്കെ. സോ 1 കോടി നമുക്ക് ഇനിയും ഡീറ്റെയിൽസ് ഞാൻ ചോദിക്കാൻ പോകുന്നതേ ഉള്ളൂ. വിൽ ഹാവ് എ ഗുഡ് ടൈം ടുഗദർ. സോ നിങ്ങളുടെ 1 കോടി സ്വപ്നം എന്താണ്? വിഷ്ണുവിന് എന്തായാലും എന്തെങ്കിലുമൊക്കെ കാണും, സിനിമ ലോകമൊക്കെ കണ്ടല്ലേ? മെയിൻ ആയിട്ട് എല്ലാരും പറയുന്ന പോലെ അല്ല, ശരിക്കും പാവങ്ങളെ സഹായിക്കണമെന്നുണ്ട്. എന്റെ അച്ഛനമ്മ ഇവരൊക്കെ ഭയങ്കര പാവങ്ങളാണ്. ഗ്രീഷ്മക്ക് അതൊരു തമാശയായിട്ട് തോന്നുന്നു. അല്ല, പാവങ്ങൾ എന്ന് പറഞ്ഞാൽ വേറെ പുറത്തുള്ള പാവങ്ങളല്ല, ഞങ്ങളുടെ കുടുംബം കംപ്ലീറ്റ് പാവങ്ങളാണ്. കുറെ പെങ്ങന്മാരും ഉണ്ട്, ഇവരെയൊക്കെ കെട്ടിച്ചു വിടണം. അങ്ങനെയുള്ള ഒരുപാട് 1 കോടി അതിലേക്കുള്ള ഒരു ഇതായിട്ട് നമ്മൾ മാറ്റി വെക്കാൻ. സോ അത് മനസ്സിൽ വെച്ചുകൊണ്ട് തന്നെയാണോ സിനിമയിലോട്ട് വന്നതും? തീർച്ചയായിട്ടും. സിനിമ പിന്നെ ചെറുപ്പം തുടങ്ങിയ നമ്മുടെ എല്ലാവർക്കും ഉള്ള ഒരു ക്രേസ് ആയിരുന്നു. പക്ഷെ ഇപ്പൊ അതൊരു ഫുൾ ടൈം പ്രൊഫഷൻ ആക്കി എടുക്കാൻ താല്പര്യമുണ്ട്. ഓക്കെ. സോ ഈ വലിയ വലിയ ലയബിലിറ്റീസ് ഒക്കെ തീർക്കാനുള്ളതല്ലേ വിഷ്ണു? നന്നായി നേരിടുമോ? തീർച്ചയായിട്ടും. സോ ഐ എം ഗിവിംഗ് ദിസ് മണി ടു യു. 1 കോടി രൂപ ഇതുവരെ കണ്ടിട്ടില്ലല്ലോ ഇങ്ങനെ ക്യാഷില്? സിനിമാ ലോകത്ത് പോലും ഇങ്ങനെ ക്യാഷില് 1 കോടി രൂപ ഒരുമിച്ച് കാണാൻ പറ്റില്ല. കഴിഞ്ഞിട്ട് മേടിക്കാന്ന് ഓർത്തിരിക്കുന്നു. Our prize money is sponsored by Dhatri. Okay. Vishnu and Grishma. അറിയാമല്ലോ എത്ര ചോദ്യങ്ങളാണ് ഞാൻ ചോദിക്കാൻ പോകുന്നത്? 7 ചോദ്യങ്ങൾ. 7 ചോദ്യങ്ങൾ. ഓരോ ചോദ്യങ്ങൾക്കും ഞാൻ മൾട്ടിപ്പിൾ ആൻസർ ഓപ്ഷൻസ് തരുന്നുണ്ട്. സോ ഇറ്റ് ഇസ് ഗോണ ബി ഈസി. എപ്പോഴും കോൺഫിഡൻറ്റ് അല്ലെങ്കിൽ മണി ഈക്വൽ ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യുക. മത്സരം ആരംഭിക്കാൻ പോകുന്നേ ഉള്ളൂ. 1 കോടി രൂപ ആദ്യത്തെ ചോദ്യം. Okay. Are we ready to play? Yes. Are you ready for the shot? Yes. Sure. Okay. Let's play Vival Kayil. 1 കോടി. Are you ready? ഓരോ ചോദ്യങ്ങൾക്കും ഈ 2 കാറ്റഗറീസ് ഉണ്ടാവും. നിങ്ങൾക്ക് ചൂസ് ചെയ്യാം ഫേവറബിൾ കാറ്റഗറി. അത് ബേസ് ചെയ്തായിരിക്കും കിട്ടുന്ന ക്വസ്റ്റ്യൻ. കാറ്റഗറീസ് ഫോർ ക്വസ്റ്റ്യൻ നമ്പർ 1.
ജനസംഖ്യ രാഷ്ട്രീയം. ജനസംഖ്യ എടുക്കാം അല്ലേ? ഓക്കെ, ജനസംഖ്യ. ജനസംഖ്യയാണ് ചോസൻ കാറ്റഗറി. ആൻസർ ഓപ്ഷൻസ് ആർ ഇടുക്കി, വയനാട്, ആലപ്പുഴ, കാസർഗോഡ്. ചോദ്യം എന്താ നോക്കാം. കേരളത്തിലെ ഏറ്റവും ജനസംഖ്യ കുറഞ്ഞ ജില്ല ഏത് എന്നാണ് ചോദ്യം. ഇടുക്കി, വയനാട്, ആലപ്പുഴ, കാസർഗോഡ്. ആലോചിച്ച് തീരുമാനിക്കൂ. സമയം തുടങ്ങിയിരിക്കുന്നു. ഓക്കെ, വയനാട്ടിലേക്ക് 50 സെക്കൻഡ്സ് ഉണ്ട്. വയനാട് തന്നെയാണ്. ഉറപ്പാണോ? ഉറപ്പില്ല, എനിക്കത്ര ഉറപ്പില്ല. 40 സെക്കൻഡ് ഉണ്ട്. കുറച്ച് ഇടുക്കി കൂടി വെച്ചാലേ. ഓക്കെ, എത്ര വെക്കണം? വേഗം വെച്ചോളൂ. 30 സെക്കൻഡ്. ആലപ്പുഴ കാസർഗോഡ് അല്ലേ? 20 seconds remaining. 10, 9, 8, 7, 6, 5, 4. സമയം അവസാനിച്ചിരിക്കുന്നു. ഇടുക്കിയിൽ 44 ലക്ഷം, വയനാട് 56 ലക്ഷം, ആലപ്പുഴ ഒന്നുമില്ല, കാസർഗോഡിൽ ഒന്നും ഇല്ല. ക്വിക്ക് ചേഞ്ച് ഓപ്ഷൻ വേണമോ വേണ്ടയോ? വേണ്ട. 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 കേരളത്തിലെ ഏറ്റവും ജനസംഖ്യ കുറഞ്ഞ ജില്ല ഏത്? അറിയാവോ ഉത്തരം? വയനാടാണെന്നാണ് വിശ്വാസം. കൂടുതൽ വിശ്വാസം വയനാട്ടിലാണ്. അത് കഴിഞ്ഞിട്ടാണ് നിങ്ങൾ സ്പ്ലിറ്റ് ചെയ്യാൻ തുടങ്ങിയത്, ഇടുക്കിയിലോട്ട് വെക്കാൻ തുടങ്ങിയത് അല്ലേ? നിങ്ങൾ പ്രോപ്പർ എറണാകുളത്ത് നിന്നാണോ? അതെ, പ്രോപ്പർ എറണാകുളം. ഓക്കെ, എന്നാ സ്റ്റെപ്പ് അപ്പ്. ആദ്യത്തെ ചോദ്യം അല്ലേ ഇത്? ടോപ്പ് ഓർ ഡ്രോപ്പ്? വിഷ്ണു, നഷ്ടപ്പെട്ട 44 lakhs ആണ്. 56 പോയില്ല എന്നുള്ളൊരു സമാധാനമുണ്ട്. എന്നാലും കയ്യിലിരുന്ന 1 കോടി എന്നല്ലേ പോയത്. എൻ്റെ ഒരു ബുദ്ധിമുട്ട്. കുറെ പേരെ രക്ഷിക്കാനുള്ളതല്ലേ, സഹായിക്കാനുള്ളതല്ലേ? വയനാട് 56 ലക്ഷം രൂപ. ടോപ്പ് ഓർ ഡ്രോപ്പ്? ഡ്രോപ്പിന് മുൻപേ ഒരു ചെറിയ ഇടവേള. ഓൺ വിവൽ കയ്യിൽ 1 കോടി. ആർ യു റെഡി? വെൽക്കം ബാക്ക് ടു വിവൽ കയ്യിൽ 1 കോടി. ആർ യു റെഡി? പവർഡ് ബൈ ജോസ്കോ ജുവലേഴ്സ്. ബിഫോർ ദ ബ്രേക്ക് വിഷ്ണു ആൻഡ് ഗ്രീഷ്മ അവർക്ക് കിട്ടിയ ചോദ്യം ഇതാണ്: കേരളത്തിലെ ഏറ്റവും ജനസംഖ്യ കുറഞ്ഞ ജില്ല ഏതെന്ന്. ഇടുക്കിയിൽ 44 ലക്ഷം വെച്ചത് ഡ്രോപ്പായി. ഇനി റിമൈനിങ് 56 lakhs വെച്ചിട്ടുള്ളത് വയനാട് എന്ന ആൻസർ ഓപ്ഷനിലാണ്. ആലപ്പുഴയിലും കാസർഗോഡിലും ഒന്നും ഇല്ല. നോക്കാം. വയനാടിൽ 56 lakhs ഉണ്ട്, 56 ലക്ഷം രൂപ. ടോപ്പ് ഓർ ഡ്രോപ്പ്? എന്താ വിഷ്ണു, ആദ്യം വെച്ചതല്ലേ? വലിയൊരു തുക അതിന്റെ മുകളിൽ തന്നെയായിരുന്നു വെക്കാൻ പോകുന്നത്. ഈ ചുവപ്പ് ലൈറ്റുകളൊക്കെ കൂടി കത്തിക്കഴിഞ്ഞപ്പോ ഒരു ഡേഞ്ചർ ഫീൽ ആയി പോയി. ഇത്രയും സിനിമകളൊക്കെ ഷൂട്ട് ചെയ്തതിനു ശേഷം അങ്ങനെ പറയാൻ പാടുണ്ടോ? ലൈറ്റ് ഒക്കെ ഒരു പേടിപ്പെടുത്തുന്ന ഒരു എലിമെന്റ് ആയി മാറരുതല്ലോ. ചേച്ചി അഭിനയിച്ച സിനിമകൾ വെച്ചിട്ടൊരു സാധനം, ഒരു കാര്യം പറയട്ടെ. എന്താണത്? കുറച്ച് ഇതായിട്ട് പറയാം. മലയാളി മനസ്സിൽ ഒരു മയൂഖമായി പറന്നു വന്ന്
ബസ് കണ്ടക്ടറുടെ കയ്യിൽ നിന്ന് ഒരു ടിക്കറ്റ് പോലും വാങ്ങിക്കാതെ കരയിലേക്ക് കടൽ ദൂരമുള്ള ലങ്കയിലേക്ക് ഒരു മുസാഫിറായി, ഒരു പാസഞ്ചറായി മധുചന്ദ്രലേഖയുടെയും ബിഗ് ബിയുടെയും അൻവറിൻ്റെയും ബാബ കല്യാണിയുടെയും കൂടെ അഭിനയിച്ച് അഭിനയത്തിൻ്റെ നിറക്കാഴ്ച സമ്മാനിച്ച് മലയാള സിനിമയുടെ ഈ റേസിൽ ഞാനും എൻ്റെ ഫാമിലിയും പത്മശ്രീ ഡോക്ടർ സരോജ് കുമാറിനോടൊപ്പമാണെന്ന് പറയുന്ന മമത ചേച്ചി ഈ മതിലുകൾക്കപ്പുറത്തെത്തി നിൽക്കുമ്പോൾ എനിക്കറിയാം മമത എന്ന അഭിനേത്രിയുടെ കഥ തുടരുന്നു. നന്നായിട്ടുണ്ട് കേട്ടോ. എഴുതിയിട്ട് എനിക്ക് തരണം അത്. വെരി വെരി നൈസ്. ഇറ്റ്സ് വെരി ഇൻട്രസ്റ്റിംഗ്. അത് ഒന്നും കൂടെ സമയം ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ ഒന്നും കൂടെ പറയിപ്പിച്ചേനെ. ഒന്നുകൂടി പറയാം, ഒന്നുകൂടി കെട്ടിപ്പിടിക്കും. ഒന്നും കൂടി കെട്ടിപ്പിടിക്കണം അല്ലേ? അല്ല, ഒന്നുകൂടി പറയും, ഒരു തവണ ഒരു കെട്ടിപ്പിടിക്കാം. എന്നാൽ നാളെ എന്റെ നായകനായി അഭിനയിക്കാൻ വരൂ. ഉറപ്പായിട്ടും. ഓക്കെ, ഇത്രയും വിഷ്ണു പറഞ്ഞില്ലേ, എന്തായാലും യു മസ്റ്റ് ബി വെരി വെരി ടാലന്റഡ്. മിമിക്രി ചെയ്യാറുണ്ടല്ലേ? നല്ലോണം ചെയ്യും മിമിക്രി. ആരെയാണ് ഏറ്റവും കൂടുതൽ അനുകരിക്കാൻ ഇഷ്ടം? ഷീലാമ്മ നന്നായിട്ട് കാണിക്കും. ഷീലാമ്മയുടെ അപ്പൊ സ്ത്രീകളെയാണോ കാണിക്കുന്നത്? ശബ്ദമൊക്കെ മാറ്റുമോ? ഹൗ കൂൾ. ഓക്കെ, കം ഓൺ. മനസ്സിനക്കരയിലെ ഷീലാമ്മയുടെ ജോസൂട്ടി എന്നോട് പറയുവാ അമ്മയ്ക്ക് കൊളസ്ട്രോൾ ആണെന്ന്. നേരാണോ വക്കീലേ? എനിക്ക് കൊളസ്ട്രോൾ ആണോ? കുഞ്ഞുമോളെ, നാളെ ഈ വീടിന്റെ ലേലം കഴിഞ്ഞാൽ പിന്നെ അമ്മയ്ക്ക് നിങ്ങൾ ആരും കാണുകയില്ല. എന്റെ മാത്തുക്കുട്ടി ചായനുണ്ടായിരുന്നെങ്കിൽ. ഓക്കെ, ഷീലാമ്മയെ അവതരിപ്പിച്ചു. ഒരു പുരുഷനെ അവതരിപ്പിക്കാൻ പറ്റുമോ? ഏത്? കൊച്ചുപ്രേമന്റെ ശബ്ദം ചെയ്യാം. കൊച്ചുപ്രേമന്റെ. ഓക്കെ. മുതലാളി, പ്രസിഡന്റ് പറഞ്ഞതിൽ കാര്യമുണ്ട് കേട്ടോ. പനി കേട്ടോ, പഞ്ഞം പെണ്ണിവിടെ ഉണ്ടല്ലോ. നമ്മുടെ കുട്ടി, ഇവിടുത്തെ കുട്ടി, അവിടുത്തെ കുട്ടി. ഓ, വീട്ടില് നല്ല എന്റർടൈൻമെന്റ് ആയിരിക്കുമല്ലോ. ഓക്കെ, ഇനി ഗെയിം പൊസിഷൻ അല്ലേ അടുത്തത്? എത്ര ചോദ്യം കഴിഞ്ഞു? ഒരു ചോദ്യം. ഒരു ചോദ്യമല്ലേ കഴിഞ്ഞിട്ടുള്ളൂ. മണി ഇനി മുറുക്കി പിടിച്ചോളൂ കേട്ടോ.